ക്ഷമിക്കപ്പെടാത്ത ഏതെങ്കിലും പാപം ഇന്ന് ആർക്കെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കുമെങ്കിൽ അത് ഏതൊക്കെയാണ്? അവയിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാൻ എങ്ങനെ സാധിക്കും? ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. യേശുക്രിസ്തുവും യഹൂദ മതനേതാക്കളും തമ്മിലുള്ള സംഘർഷം ശക്തമാകുന്ന അത്യന്തം നിർണായകമായ ഒരു അധ്യായമാണ് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം. ശബത്തിനെക്കുറിച്ചുള്ള വിവാദങ്ങളിൽ ആരംഭിച്ച ഈ എതിർപ്പ് ഒടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ സാത്താൻ്റെ പ്രവർത്തനമായി ആരോപിക്കുന്ന ഭയാനകമായ ആത്മീയ അന്ധതയിലേക്ക് എത്തിച്ചേരുന്നു. താൻ ശബത്തിൻ്റെ കർത്താവും ദേവാലയത്തെക്കാൾ വലിയവനും മശിഹയുമാണെന്ന് യേശു തൻ്റെ വാക്കുകളാലും പ്രവൃത്തികളാലും വെളിപ്പെടുത്തുമ്പോൾ സത്യം സ്വീകരിക്കുവാൻ മനസ്സില്ലാത്ത പരീശന്മാർ അവനെ തള്ളിക്കളയുകയായിരുന്നു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശുവിൻ്റെ ജീവചരിത്രം രേഖപ്പെടുത്തുകയല്ല മത്തായി ഉദ്ദേശിച്ചത്. അതുമാത്രമല്ല, ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങൾ അത് നടന്ന മുറയ്ക്ക് രേഖപ്പെടുത്തിയിട്ടുമില്ല. ക്രിസ്തുവിനെ രാജാവായിട്ടാണ് വിശുദ്ധ മത്തായി അവതരിപ്പിക്കുന്നത്. അവനൊരു രാജാവായി പിറന്നു. രാജ്യത്തിൻ്റെ നയങ്ങൾ അവൻ ഗിരിപ്രഭാഷണത്തിൽ നൽകി. രാജാവിൻ്റെ നയപ്രഖ്യാപനം, തനിക്ക് പറയുന്നത് പ്രവർത്തിക്കുവാനുള്ള ശക്തി ഉണ്ടെന്ന് തെളിയിക്കുന്ന വിധം അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. തുടർന്ന് ശിഷ്യന്മാരെ അവൻ അയച്ചു. ഇതിനോടൊക്കെ മനുഷ്യർ പ്രതികരിച്ചത് യേശുവിനെ ത്യജിച്ചുകൊണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവൻ ആ പട്ടണങ്ങളിൽ മേൽ വരുന്ന ശിക്ഷ പ്രഖ്യാപിച്ചു. തുടർന്ന് യേശുവും അന്നത്തെ മതനേതാക്കന്മാരുമായി തുറന്ന ഒരു വാഗ്വാദം നടക്കുന്നു, പ്രത്യേകിച്ച് പരീശന്മാരുമായി. സത്യത്തിൽ ആദ്യം അവർ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് യേശുവിനോട് ഇടപെട്ടത്. എന്നാൽ ശബത്ത് നാളിൻ്റെ കാര്യം പറഞ്ഞ് അവൻ യേശുവുമായി ഇടഞ്ഞു. ശബത്തിൻ്റെ കാര്യം പറഞ്ഞുള്ള ഇടച്ചിൽ നാം 2 സ്ഥലത്ത് കാണുന്നുണ്ട്. ആദ്യം വെളിയിൽ വിളഭൂമിയിൽ, രണ്ടാമത് പള്ളിക്കകത്ത്. പള്ളി എന്ന് പറയുന്നത് യഹൂദന്മാരുടെ സിനഗോഗാകുന്നു ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആ കാലത്ത് യേശു ശബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നുപോയി. അവൻ്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർ പറിച്ച് തിന്നു തുടങ്ങി. താൻ ശബത്തിൻ്റെ കർത്താവും കൂടിയാകുന്നു എന്ന് യേശു ഉറപ്പിച്ചു പറയുന്നതായി ഈ സംഭവത്തിൽ നാം കാണുവാൻ പോകുന്നു. ഈ ശബത്ത് വിവാദത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നതിന് മുൻപായി എന്തിനാണ് ഈ ശിഷ്യന്മാർ കതിർ പറിച്ച് തിന്നത് എന്നൊന്ന് ചിന്തിക്കാം. അവർക്ക് വിശക്കുന്നുണ്ടായിരുന്നു എന്നതാണ് ലളിതമായ ഉത്തരം. അവർക്ക് എന്തുകൊണ്ട് വിശന്നു എന്നല്ലേ? കാരണം അവർ യേശുവിനെ അനുഗമിക്കുകയായിരുന്നു. യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹം കാണിച്ചു കൊണ്ടുവന്ന ചെറുപ്പക്കാരനോട് യേശു പറഞ്ഞത് ഓർക്കുന്നില്ലേ? 8-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ല എന്ന്. ഈ സമയത്ത് ശിഷ്യന്മാർക്ക് വിശപ്പ് അനുഭവപ്പെട്ടിരുന്നു. നമ്മുടെ കർത്താവ് വഹിച്ചതായ ദാരിദ്ര്യത്തിൻ്റെ വേറൊരു ഉദാഹരണം അത്ര ഇത്. തൻ്റെ ശിഷ്യന്മാരുടെ പ്രവർത്തനത്തെ ക്രിസ്തു ന്യായീകരിക്കുന്നതായി ഇവിടെ കാണുന്നു. ഇതത്രേ മത നേതാക്കന്മാരുമായുള്ള ഇടച്ചിലിന് കാരണമായത്. 2-ാം വാക്യത്തിൽ നാം കാണുന്നത്, പരീശർ അത് കണ്ടിട്ട്, ഇതാ ശബത്തിൽ വിഹിതമല്ലാത്തത് നിൻ്റെ ശിഷ്യന്മാർ ചെയ്യുന്നു എന്ന് അവനോട് പറഞ്ഞു. പരീശന്മാർ യേശുവിനോട് ചോദിച്ചു, നീ ഇത് അനുവദിക്കുന്നത് എങ്ങനെ? ഇവിടെ ശിഷ്യന്മാർ ചെയ്ത തെറ്റ് ശബത്തിൽ വിശുദ്ധമല്ലാത്തത് ചെയ്തു എന്നതാണ്. കതിർ പറിക്കുന്നതിനെ കൊയ്ത്തിനോടും കതിരിൽ നിന്ന് ധാന്യം വേർപെടുത്തുന്നതിനെ മെതിക്കുന്നതിനോടും പരീശന്മാർ ഉപമിച്ചു. കൊയ്ത്തും മെതിയുമെല്ലാം ശബത്തിൽ വിലക്കിയിരുന്ന കാര്യങ്ങളായിരുന്നു. അത്
ചെയ്യുന്നതിനെയാണ് അവർ ചോദ്യം ചെയ്തത്. യേശു അവൻ അവരോട് പറഞ്ഞത്, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തത് എന്ത്? അവൻ ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഈ പറഞ്ഞിരിക്കുന്ന സംഭവം ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങളിലുള്ള സംഭവമാണ്. ശൗൽ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ദാവീദിനെ രാജാവാക്കാതെ തള്ളിക്കളഞ്ഞ അവസരത്തിൽ സംഭവിച്ച ഒരു കാര്യമത്രേ ഇത്. അതുപോലെ യഥാർത്ഥ രാജാവായി യേശുവിനെയും ഈ ജനം തള്ളിക്കളഞ്ഞു. അവിടുത്തെ മശിഹ എന്ന അവകാശവാദം അവർ അംഗീകരിച്ചില്ല. ഇപ്പോൾ അവൻ തൻ്റെ ആളുകളെ സംരക്ഷണ ചെയ്യുകയാണ്. ശബത്ത് ദിവസത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ പോലും അവൻ അതിന് തടസ്സമാകുന്നില്ല എന്ന് ശ്രദ്ധിക്കുക. ദാവീദും അങ്ങനെ തന്നെയാണ് ചെയ്തത്. മോശയിക ന്യായപ്രമാണം ലംഘിക്കണമെന്ന് വന്നിട്ട് പോലും ദാവീദ് തൻ്റെ ആളുകളെ സംരക്ഷണ ചെയ്തു. കർത്താവ് വീണ്ടും പറയുകയാണ് 5-ാം വാക്യത്തിൽ, അല്ല, ശബത്തിൽ പുരോഹിതന്മാർ ദൈവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിക്കുന്നു എങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നു എന്ന് ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ? എന്നാൽ ദൈവാലയത്തേക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ശബത്ത് നാളിൽ പുരോഹിതന്മാർ വേല ചെയ്തിരുന്നു. യഹൂദന്മാരുടെ ഏറ്റവും വിശുദ്ധമായ കേന്ദ്രത്തേക്കാൾ ഏറ്റവും വലിയവനാണ് താനെന്ന് യേശു അവകാശപ്പെട്ടു. അതെ, അവരുടെ ദൈവാലയത്തേക്കാൾ വലിയവൻ. ഈ പറഞ്ഞത് പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവദൂഷണമായിരുന്നു. അവൻ ശബത്തിനെ ലംഘിച്ചു എന്ന് മാത്രമല്ല, ദൈവദൂഷണം കൂടി പറയുകയും ചെയ്തു. പിന്നെ അവനെ ആരെങ്കിലും വെറുതെ വിടുമോ? 7-ാം വാക്യത്തിൽ കർത്താവ് തുടരുകയാണ്, യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കുകയില്ലായിരുന്നു. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത്. ഇത് ഹോശേയ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. തൻ്റെ ശിഷ്യന്മാർ ശബത്ത് ലംഘിച്ചില്ല എന്ന് പറഞ്ഞ് യേശു അവരെ ന്യായീകരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? 8-ാം വാക്യത്തിൽ, മനുഷ്യപുത്രനോ ശബത്തിനും കർത്താവാകുന്നു. താൻ ശബത്തിനും കർത്താവാകുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ അവൻ ചെയ്തത് യഹൂദന്മാരുടെ ഏറ്റവും അലംഘനീയമായ ആചാരത്തിന്മേൽ കൈവെക്കുകയായിരുന്നു. പരീശന്മാരുടെ കാഴ്ചയിൽ ഇതിനേക്കാൾ വലിയൊരു അവകാശവാദം മുഴക്കുവാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല. അതും ദൈവദൂഷണം. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ പ്രഖ്യാപനം അവരുടെ കയ്പും വൈരാഗ്യവും വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. അവരുടെ ഏറ്റവും വലിയ സ്ഥാപനത്തെക്കാളും അവരുടെ ഏറ്റവും വലിയ ദിവസത്തെക്കാളും ആചാരത്തെക്കാളും വലിയവനാണ് യേശു. അവർ വിടുമോ? ഇനിയും നാം ഈ വിവാദം ഇതുവരെ നടന്ന വിളഭൂമിയിൽ നിന്ന് യഹൂദന്മാരുടെ സിനഗോഗിലേക്ക് പോയി കാണുവാൻ പോവുകയാണ്. പക്ഷേ അവിടെയും ഈ ശബത്തിൻ്റെ ചോദ്യം തന്നെ നാം അഭിമുഖീകരിക്കുവാൻ പോവുകയാണ്. 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ അവിടം വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈ വരണ്ട ഒരു മനുഷ്യനെ കണ്ടു. അവൻ അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചാലും നമ്മുടെ പള്ളിയിൽ എന്നല്ല, അവരുടെ പള്ളിയിൽ എന്നത്രേ. ദൈവാലയത്തെ സംബന്ധിച്ചും ഇതിനോട് സാമ്യമായ എന്തോ ആകുന്നു അവൻ പറഞ്ഞത്. ആദ്യം അത് ദൈവത്തിൻ്റെ ആലയമായിരുന്നു. പക്ഷേ അവൻ ഒടുവിൽ പറഞ്ഞു, നിങ്ങളുടെ ആലയം ശൂന്യമായി തീരും എന്ന്. 10ഉം 11ഉം വാക്യങ്ങളിൽ നാം കാണുന്നു, അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളിൽ ഒരുത്തനൊരാടുണ്ട് എന്നിരിക്കട്ടെ, അത് ശബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ച് കയറ്റുകയില്ലയോ? വിളഭൂമിയിൽ വെച്ച് ഇങ്ങനൊരു വിവാദം നടന്നു കഴിഞ്ഞ് പള്ളിയിൽ ഈ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനെ കണ്ടതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാം. യേശുക്രിസ്തുവിനെ കുടുക്കുവാൻ ഇങ്ങനൊരു മനുഷ്യനെ പരീശന്മാർ അറിഞ്ഞുകൊണ്ട് പള്ളിയിൽ കൊണ്ടാക്കിയതാകാം എന്ന് ചിന്തിക്കാം. താങ്കൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? അങ്ങനൊരു ചിന്തയാണ് സത്യമെങ്കിൽ യേശുവിൻ്റെ ശത്രുക്കൾ അറിയാതെ 2 അതിപ്രധാന വസ്തുതകൾ യേശുവിനെക്കുറിച്ച് അംഗീകരിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമതായി, യേശുവിന് രോഗികളെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് അവർ സമ്മതിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അവർ വരണ്ട കൈയുണ്ടായിരുന്ന മനുഷ്യനെ അവിടെ അപ്പോൾ കൊണ്ടിരുത്തിയത്. രണ്ടാമതായി, നിസ്സഹായനായ ഒരു മനുഷ്യനെ
യേശുവിൻ്റെ വഴിയിൽ കൊണ്ടാക്കിയാൽ ആ മനുഷ്യനോട് യേശുവിന് മനസ്സലിവുണ്ടാകും. ഏത് പ്രതികൂലത്തെയും ഏത് ആചാരത്തെയും അവഗണിച്ച് യേശു അവനെ സൗഖ്യമാക്കും. അതൊരു ശബത്ത് ദിവസമായിരുന്നാൽ പോലും യേശു അത് ചെയ്യും എന്നത് പരീശന്മാർക്ക് ഒട്ടും സംശയമില്ലാതിരുന്ന കാര്യമാണ്. എന്തൊരു അംഗീകാരമല്ലേ! ശബത്തിൽ സൗഖ്യമാക്കുന്നത് നിയമാനുസൃതം ശരിയാണോ എന്നുള്ള അവരുടെ ചോദ്യം യേശുവിനെ കുടുക്കൽപ്പെടുത്താൻ വേണ്ടിയുള്ളതായിരുന്നു. പക്ഷേ വാസ്തവത്തിൽ യേശു അവൻ്റെ ശത്രുക്കളെ കൊടുക്കുകയാണ് ചെയ്തത്. ഒരു ആടിനെ ശബത്ത് നാളിൽ രക്ഷിക്കാവുന്നതാണ്. ഇത് അവർ സമ്മതിച്ചു കൊടുത്തു. വാസ്തവത്തിൽ മോശയിക ന്യായപ്രമാണം അതിന് അനുമതി നൽകിയിരുന്നു. 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ, ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞു വരുന്നതിൻ്റെ മുഴുവൻ കാതലായ കാര്യം ഈ പറഞ്ഞതത്രേ. ശബത്ത് നാളിൽ അവൻ നന്മ ചെയ്യണോ വേണ്ടായോ? അവരുടെ മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ യേശു പറയുകയാണ്, പിന്നെ ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി, അത് മറ്റേതുപോലെ സൗഖ്യമായി. യേശു ആ മനുഷ്യനെ ശബത്തിൽ സൗഖ്യമാക്കി. യേശു ന്യായപ്രമാണം ലംഘിച്ചോ? എന്താണ് നിങ്ങളുടെ ഉത്തരം? എൻ്റെ അഭിപ്രായത്തിൽ യേശു ന്യായപ്രമാണം ലംഘിച്ചില്ല. യേശുവും മതനേതാക്കളും തെറ്റിപ്പിരിഞ്ഞ ഒരു സംഭവമായിരുന്നു ഇത്. യേശുവിനെ നശിപ്പിക്കുവാൻ പരീശന്മാർ തീരുമാനമെടുത്തത് വാസ്തവത്തിൽ ഇവിടെയാണ്. 14-ാം വാക്യത്തിൽ നാം കാണുന്നത്, പരീശന്മാരോ പുറപ്പെട്ട് അവനെ നശിപ്പിപ്പാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു. ഇതുവരെ പരീശന്മാർ കർത്താവിനോട് ഭയങ്കര സൗഹാർദ്ദത്തിലായിരുന്നു. ആദ്യം അവർ അങ്ങ് ചിന്തിച്ചത് അവർക്കും അവൻ്റെ കൂടങ്ങ് കൂടാമായിരുന്നു എന്നത്രേ. അവനും ആത്മീയനാണല്ലോ, അത് ആത്മീയമാണല്ലോ അവൻ പറഞ്ഞു നടക്കുന്നത്. പക്ഷേ അവരോട് ചേർന്ന് പോകുവാൻ യേശു വിസമ്മതിച്ചു. അവരുടെ കാര്യങ്ങളാകെ തെറ്റി. അവർ അവൻ്റെ ശത്രുക്കളാകുകയും ചെയ്തു. ശബത്തിനെ സംബന്ധിച്ച് പറഞ്ഞതാണ് 2 കൂട്ടരും ഇടറിയത്. അങ്ങനെ ആ ഇടച്ചിൽ പരസ്യമായി. ഇവിടെ മുതൽ ഈ രക്തദാഹികൾ വിശ്രമിച്ചതേയില്ല. യേശുവിൻ്റെ കരങ്ങൾ ആ ക്രൂശിൻ്റെ പുറകിൽ പിടിച്ചു കെട്ടുന്നത് വരെ അവർ അടങ്ങാതെ പണിയെടുത്തു. ഇവിടെ അവർ അവനെ കൊല്ലുവാനുള്ള കണിയൊരുക്കുവാൻ തുടങ്ങി. ഇവിടെ തന്നെ അവനെ അറസ്റ്റ് ചെയ്യുവാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നത് സംശയമില്ല. പക്ഷേ അവർ പുരുഷാരത്തെ ഭയന്നു. 15-ാം വാക്യത്തിൽ നാം കാണുന്നു, യേശു അതറിഞ്ഞിട്ട് അവിടം വിട്ടുപോയി. വളരെ പേർ അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ അവരെ ഒക്കെയും സൗഖ്യമാക്കി. തൻ്റെ സമയം വന്നിരുന്നില്ല എന്നതിനാൽ പരീശന്മാരുടെ ഈ പ്രവർത്തനം മൂലം താൽക്കാലികമായി ആ സ്ഥലത്ത് നിന്നും മാറുവാൻ യേശു നിർബന്ധിതനായി. നിയമിക്കപ്പെട്ട ആ സമയം വരെയും അവർക്ക് അവനെ തൊടുവാൻ സാധ്യമല്ല എന്നത് തീർച്ചയാണ്. ആ ജനസമൂഹത്തിൽ യേശു ചിലരെ സൗഖ്യമാക്കി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചോ, അവൻ അവരെ ഒക്കെയും സൗഖ്യമാക്കിയെന്നു. രസകരമായിരിക്കുന്നില്ലേ? ഇങ്ങനൊരു സംഭവം അന്ന് ആ ജനത്തിനിടയിൽ ഉണ്ടാക്കിയ മനോഭാവം എന്തെന്ന് നമുക്ക് ഊഹിക്കാൻ തന്നെ പ്രയാസമാണ്. തികച്ചും ആശ്ചര്യജനകമായ ഒന്നത്ര ഈ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ അടുത്ത് വന്നവരെ എല്ലാം അവൻ സൗഖ്യമാക്കി. ഇത്രയും വ്യക്തമായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളെ ഒന്നുകിൽ അവർ അംഗീകരിക്കണം, അല്ലെങ്കിൽ തള്ളിക്കളയണം. അത് രണ്ടുമല്ലാത്തൊരവസ്ഥയിൽ ഒരിക്കലും തുടരുവാൻ സാധ്യമല്ല സുഹൃത്തെ. 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, തന്നെ പ്രസിദ്ധമാക്കരുത് എന്ന് അവരോട് ആജ്ഞാപിച്ചു. ഒരു മാന്ത്രികനെ പോലെ, ചെപ്പടി വിദ്യക്കാരനെ പോലെ അല്ല യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ചോദിക്കുമ്പോൾ നാരങ്ങ വരുത്തുകയും വാച്ച് വരുത്തുകയും കോഴിമുട്ട വരുത്തുകയും ഒക്കെ ചെയ്യുന്ന മാന്ത്രികനല്ല. മശിഹ എന്നുള്ള തൻ്റെ അവകാശവാദം അവതരിപ്പിക്കാനാണ് അവൻ വന്നത്. അവനെ തള്ളിക്കളഞ്ഞപ്പോൾ ലോകത്തിൻ്റെ രക്ഷകനാകുവാൻ ക്രൂശിങ്കിലേക്കുള്ള തൻ്റെ ഗതി അവൻ തുടർന്നുകൊണ്ടേയിരുന്നു. അവിടുത്തെ അത്ഭുതങ്ങൾ നിമിത്തം പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു എന്ന് നാം വായിക്കുന്നു. അതുകൊണ്ട് തന്നെ താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ തൻ്റെ ശുശ്രൂഷ മുൻപോട്ട് പോകുവാൻ യേശുവിന് സാധിക്കാതെ വന്നു. 17-ാം വാക്യം മുതൽ കാണുന്നത്, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും. അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. അവൻ കലഹിക്കയില്ല, നിലവിളിക്കയില്ല. ആരും തെരുക്കളിൽ അവൻ്റെ ശബ്ദം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഓടെ അവൻ ഒടിച്ചു കളകയില്ല.
പുകയുന്ന തിരി കെടുത്തു കളകയില്ല. അവൻ ന്യായവിധി ജയത്തോളം നടത്തും. ചതഞ്ഞ ഓട അവൻ ഒടിച്ച് കളകയില്ല. അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നാം അനുവദിക്കുന്ന പക്ഷം അങ്ങനെയുള്ള ഒരു ഓട എന്ന് പറഞ്ഞാൽ കാട്ടുചൂരൽ അഥവാ ഈറ്റ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇത് കൂടുതൽ ചതഞ്ഞ് ഒടിഞ്ഞു പോകാതിരിക്കുവാൻ അവൻ കെട്ടിവെക്കും. പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല എന്ന് വായിക്കുന്നു. തുടർച്ചയായി ക്രിസ്തുവിനെ അവഗണിക്കുന്നുവെങ്കിൽ ഒരുവനിലെ പുകയുന്ന തിരി ന്യായവിധിയുടെ തീയായി മാറും. തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യർക്ക് ഉള്ളതിനാൽ ദൈവം അത് കെടുത്തു കളയുകയില്ല എന്നാണ് നാം വായിച്ചത്. 20-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. നാം ജീവിക്കുന്ന ഈ കാലങ്ങളിൽ വ്യക്തമായൊരു മാറ്റം കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രവചനങ്ങളുടെ പൊതുവായ കാര്യം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. യഹൂദേതരരായ ആളുകളെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ നിവൃത്തിയാകുന്നതിനെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവരെല്ലാവരും രക്ഷിക്കപ്പെടണം. തൻ്റെ ജനം തന്നെ തള്ളിക്കളഞ്ഞത് ജാതികൾക്ക് അവസരം നൽകുവാൻ ക്രിസ്തുവിനെ കൂടുതൽ സഹായിച്ചു. യഹൂദേതരരായ ആളുകളുടെ അപ്പോസ്തലനായി പൗലോസിനെ ദൈവം നിയോഗിക്കുന്നതായി അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നാം കാണുന്നു. നാം പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എങ്കിലും എത്ര മഹത്തായ സത്യമാകുന്നു കർത്താവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 22-ഉം 23-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, അനന്തരം ചിലർ കുരുടനും ഊമനുമായൊരു ഭൂതഗ്രസ്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവനെ സൗഖ്യമാക്കി. പുരുഷാരമൊക്കെയും വിസ്മയിച്ചു, ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് നമ്മുടെ മശിഹ എന്നവർ പറഞ്ഞു. അവന് യോഗ്യതാപത്രമുണ്ടായിരുന്നു. രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും തുടർച്ചയായി ചെയ്തപ്പോൾ യേശു ദാവീദിൻ്റെ പുത്രനാണെന്നും മശിഹ ആണെന്നും ജനങ്ങൾക്ക് വിശ്വസിക്കുവാൻ ഒരു മുഖാന്തരമായി. പക്ഷേ പരീശന്മാർ എന്താണ് പറഞ്ഞത്? 24-ാം വാക്യത്തിൽ അത് കേട്ടിട്ട് പരീശന്മാർ, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. ക്ഷമിക്കപ്പെടാത്ത പാപങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമത്രേ ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവൻ അവരുടെ നിരൂപണം അറിഞ്ഞ് അവരോട് പറഞ്ഞത്, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ ശൂന്യമാകും. ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ നിലനിൽക്കുകയില്ല. സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ച് പോയല്ലോ. പിന്നെ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബേൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെക്കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാർ ആകും. തങ്ങളുടെ സ്വന്തം ജനം ബേൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെന്ന് അവർ ഒരിക്കലും പറയുകയില്ല. 28-ാം വാക്യത്തിൽ, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം. ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മശിഹായുടെ സാന്നിധ്യത്തിൽ വന്നെത്തി എന്നാണ്. ക്രിസ്തു പറയുന്നത്, ഇതാ ഞാനിവിടെ ഉണ്ട്. ഭൂതങ്ങളെ പുറത്താക്കുവാനുള്ള ശക്തി എൻ്റെ യോഗ്യതാപത്രമാകുന്നു. 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ക്ഷമിക്കപ്പെടാത്ത പാപമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നൊരു ഭാഗമാണ്. ഇന്ന് കർത്താവ് ക്ഷമിക്കാത്തതായുള്ള ഒരു പാപവും ആരും ഇന്നലെ ചെയ്തിട്ടില്ല. കാരണം സകല പാപങ്ങൾക്കും വേണ്ടിയാണ് അവൻ മരിച്ചത്. ക്രിസ്തുവിൻ്റെ രക്ഷ മനുഷ്യഹൃദയങ്ങളിൽ യാഥാർത്ഥ്യമാക്കുവാനാണ് പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് വന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് താങ്കളുടെ ഹൃദയത്തോട് സംസാരിക്കുമ്പോൾ, സുഹൃത്തെ, താങ്കൾ അതിനെ എതിർത്താൽ ഒരു വിധത്തിലുള്ള ക്ഷമയും വേറെ ഇല്ല എന്നത് ഉറപ്പാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന രക്ഷ നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ വേറെ പാപക്ഷമ ഒന്നും ലഭിക്കില്ല. അതാണ് ഇവിടുത്തെ അർത്ഥം. നിങ്ങളെ പുതുജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ യേശു ക്ഷമിക്കപ്പെടാത്ത പാപത്തെക്കുറിച്ച് കുറെ കൂടി വിശദമായി വിവരിക്കുന്നുണ്ട്. ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തെ സാത്താൻ്റെ പ്രവർത്തനമാക്കി പറയുന്നതാണ് ക്ഷമിക്കപ്പെടാത്ത പാപമെന്ന് അവിടെ ധ്വനിയുണ്ട്.
വാസ്തവത്തിൽ ദൈവാത്മാവിൻ്റെ ശക്തിയിൽ ക്രിസ്തു അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ അവൻ ബേൽസുബൂലിനെ കൊണ്ട് പ്രവർത്തിക്കുന്നുവെന്ന് പരീശന്മാർ പറയുകയുണ്ടായി. പരിശുദ്ധാത്മാവിൻ്റെയും യേശുവിൻ്റെ തന്നെയും സാക്ഷ്യം അവർ തള്ളിക്കളയുകയാണ്. നാം ജീവിക്കുന്ന ഈ കാലങ്ങളിൽ അങ്ങനൊരു പാപം ചെയ്യാൻ സാധ്യമല്ല. കാരണം ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ മാത്രമേ ഈ പാപം ചെയ്യുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഞാൻ ഉദ്ദേശിച്ച മനുഷ്യർക്ക് ഈ പാപം ചെയ്യുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. ക്ഷമിക്കപ്പെടാത്തൊരു പാപവും ഇന്ന് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ചെയ്യുവാൻ സാധ്യമല്ല. അനുദപിച്ച് പാപം ഏറ്റുപറയുമ്പോൾ നിങ്ങളോട് ഇന്ന് ദൈവം പാപം ക്ഷമിക്കുന്നു. എന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെതിരെ നിൽക്കുന്ന പക്ഷം പാപക്ഷമ പ്രാപിക്കുവാൻ സാധ്യമല്ല. കാരണം പരിശുദ്ധാത്മാവാണ് പാപക്ഷമ കൊണ്ട് തരുന്നത്. ഒരു മനുഷ്യൻ ഒരു മാരകമായ രോഗത്താൽ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നിരിക്കട്ടെ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, അയാളോട് ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ രോഗത്തിന് ഒരേ ഒരു പ്രതിവിധി മാത്രമേ ഉള്ളൂ, അത് നിങ്ങൾ കേട്ട് ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും. അത് തീർച്ചയാണെന്നും ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഈ രോഗി ഡോക്ടർ നിർദ്ദേശിച്ച ആ പ്രതിവിധി അനുസരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ അയാൾ മരിച്ചു. വാസ്തവത്തിൽ അയാൾ മരിച്ചത് ആ മാരക രോഗം കൊണ്ടാണോ? അല്ല, ഒരിക്കലുമല്ല. അയാൾ മരിച്ചത് രോഗത്തിനുള്ള പ്രതിവിധി സ്വീകരിക്കുവാൻ വിസമ്മതിച്ചത് കൊണ്ട് മാത്രമാണ്. പാപമെന്ന മാരക രോഗത്തിനൊരു പ്രതിവിധിയുണ്ട്. പരിശുദ്ധാത്മാവാണ് അത് നൽകിത്തരുന്നത്. നിങ്ങളത് തള്ളിക്കളഞ്ഞാൽ വേറെ പ്രതിവിധിയൊന്നുമില്ല. അങ്ങനെ മാത്രമാണ് ഇന്ന് പാപം ക്ഷമിക്കപ്പെടാതെ അവശേഷിക്കുന്നത്. അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. തുടർന്ന് കർത്താവ് വളരെ വ്യക്തമായി അവരോട് പറയുകയാണ് 34-ാം വാക്യത്തിൽ, സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. യോഹന്നാൻ സ്നാപകനും ആ ജനത്തെ ഇതുതന്നെ വിളിച്ചു, സർപ്പസന്തതികളെ. ഹൃദയം കഠിനമാക്കുന്നത് തീർച്ചയായും ഇതുപോലെയുള്ള കഠിനവാക്കിന് നമ്മെ യോഗ്യരാക്കും എന്ന് മറക്കരുത്. 35-ാം വാക്യത്തിൽ നാം കാണുന്നത്, നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. ഹൃദയമാകുന്ന കിണറ്റിലുള്ളത് മാത്രമേ അധരമാകുന്ന ബക്കറ്റിലൂടെ വെളിയിൽ വരൂ എന്നാരോ പറഞ്ഞു. യേശു ആ മതനേതാക്കന്മാരെക്കുറിച്ച് പറഞ്ഞ് അവരെ വ്രണപ്പെടുത്തുന്ന ഈ കുറ്റാരോപണം വെളിപ്പെടുത്തുന്നത് എന്തെന്നാൽ ക്രിസ്തു അവരെ തള്ളിക്കളഞ്ഞു എന്നത്രേ. അവർ ക്ഷമിക്കപ്പെടാത്ത പാപം ചെയ്തുവോ? കുറഞ്ഞത് ഈ ശത്രുക്കളുമായുള്ള തെറ്റൽ അവസാനത്തെയും മുറിവ് കരിയാത്തതുമാകുന്നു. അതുകൊണ്ട് തന്നെ 36-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിസ്സാര വാക്ക് എന്നതുകൊണ്ട് ദൈവദൂഷണം അത്രേ ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ നാം പറയുന്ന എന്തെങ്കിലും വാക്കുകളല്ല. 37-ാം വാക്യത്തിൽ, നിൻ്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിൻ്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. നിങ്ങളെ കുറ്റം വിധിക്കുന്നതിന് കാരണം നിങ്ങളുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ വിളിച്ചു പറയുന്നത് അതത്രേ. 38-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, വളരെ വഞ്ചനാപരമായ വേറൊരു മാർഗമാണ് പരീശന്മാരും ശാസ്ത്രിമാരും ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഒരടയാളം ചോദിക്കുന്നതിലൂടെ അവരും അവനോടങ്ങ് യോജിക്കുന്നു എന്ന് കാണിക്കുവാനാണ് പരീശന്മാരും ശാസ്ത്രിമാരും ആഗ്രഹിച്ചത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ അഭിനയം. ഒരടയാളം കണ്ടതുകൊണ്ട് വിശ്വസിക്കുവാൻ അവർക്കൊരു ഉദ്ദേശവുമില്ല. അവനെ എങ്ങനെയെങ്കിലും കൊടുക്കണമെന്ന് മാത്രമാണ് അവരുടെയും ചിന്ത. കർത്താവ് അവരോട് മറുപടി പറയുന്നത് എപ്രകാരമാണെന്ന് ശ്രദ്ധിച്ചാട്ടെ. ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനാ പ്രവാചകൻ്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കയില്ല. എന്തായിരുന്നു യോനായുടെ അടയാളം? കർത്താവ് തന്നെ അത് തുറന്ന് പറയുന്നുണ്ട്. യോന കടലാനിയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. തന്നോട് അടയാളം ആവശ്യപ്പെട്ടവർക്ക് ഒരടയാളവും നൽകില്ലെന്ന് യേശു ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ അവൻ തന്നെ പഴയ നിയമത്തിലെ 2 സംഭവങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധയെ ക്ഷണിച്ചു. ഒന്നാമത്തെ സംഭവം പ്രവാചകനായിരുന്ന യോനായുടെ കാര്യമായിരുന്നു. മത്സ്യത്തിൻ്റെ വയറ്റിലായിരുന്ന യോനായെ യഥാർത്ഥത്തിൽ മരണത്തിൽ നിന്നും ഉയർപ്പിക്കുകയാണ് ദൈവം ചെയ്തത്. ദൈവം അവനെ അന്ധകാരത്തിൽ നിന്നും മരണത്തിൽ നിന്നും വെളിച്ചത്തിലേക്കും ജീവനിലേക്കും കൊണ്ടുവന്നു എന്ന് നാം കാണുന്നു.
യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന ഉയർത്തെഴുന്നേൽപ്പിലൂടെ അതിനോട് സാമ്യപ്പെടുത്തിയാണ് യോനായുടെ അനുഭവം പറഞ്ഞിരിക്കുന്നത്. 41 വാക്യത്തിൽ, നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് എഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനായിലും വലിയവൻ. വലിയ മത്സ്യത്തിൽ നിന്നും അത്ഭുതകരമായി മോചിപ്പിക്കപ്പെട്ടതിന് ശേഷമത്രേ നിനവേക്കാർ യോനായെയും അവൻ്റെ പ്രസംഗത്തെയും കൈക്കൊണ്ടത്. അങ്ങനെ അവർ അനുതപിച്ചു. ഒരു രാജ്യമെന്ന നിലയിൽ ഇസ്രായേലിൻ്റെ പ്രവർത്തനം അവരെ വളരെ മോശമായൊരു സ്ഥിതിയിൽ അത്രേ കൊണ്ടെത്തിച്ചത്. കാരണം അവർ അവരുടെ മശിഹായെ കൈക്കൊണ്ടില്ല, മാനസാന്തരപ്പെട്ടുമില്ല. പഴയ നിയമത്തിൽ നിന്നും ക്രിസ്തു അവരെ ഓർപ്പിച്ച രണ്ടാമത്തെ സംഭവം ശലോമോനെ സംബന്ധിക്കുന്നതായിരുന്നു. 42 വാക്യത്തിൽ, തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ ശലോമോൻ്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതുകളിൽ നിന്ന് വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. യേശു യോനായിലും വലിയവൻ, ശലോമോനിലും വലിയവൻ. ശേബാരാജ്ഞി ശലോമോൻ്റെ വർത്തമാനം കേട്ടിട്ട് ഭൂമിയുടെ അറുതുകളിൽ നിന്നും ശലോമോൻ്റെ ജ്ഞാനം കേൾക്കുന്നതിനായി വന്നു. യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്നും വന്നു. പക്ഷേ ആ ജനം അവങ്കിലേക്ക് തിരിഞ്ഞില്ല, അവനെ തള്ളിക്കളഞ്ഞു. എത്ര കൃപയോടെ, എത്ര കരുണയോടെ, എത്ര മഹാമനസ്കതയോടാണ് ഇന്നും ദൈവം നമ്മോട് ഇടപെടുന്നത്. നമുക്കുള്ള പ്രതികരണം എന്താണ്? ചിന്തിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവിക നിയമങ്ങളുടെ സംരക്ഷകരായി സ്വയം ചമഞ്ഞിരുന്ന യഹൂദ മത നേതാക്കൾ തങ്ങളെ ബാധിക്കുന്ന ന്യായപ്രമാണത്തിലെ ഘനമേറിയ കൽപ്പനകളെ ബോധപൂർവം കണ്ടില്ലെന്ന് നടിച്ചു. സ്വന്തം ലാഭത്തിനും മറ്റുള്ളവരുടെ മേൽ കർത്തൃത്വം നടത്തുവാനും ഉപകരിക്കുന്ന കാര്യങ്ങളിലായിരുന്നു അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ദൈവം നൽകിയ നിയമങ്ങൾ മനുഷ്യനെ ദ്രോഹിക്കുവാനല്ല, മറിച്ച് അവൻ്റെ നന്മയ്ക്കും ജീവനും വേണ്ടിയാണെന്ന വ്യക്തമായ സന്ദേശം ക്രിസ്തു നൽകിയിട്ടും അത് അംഗീകരിക്കുവാൻ അവർ തയ്യാറായില്ല. പകരം അവർ ക്രിസ്തുവിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്തു. മനുഷ്യൻ ക്രിസ്തുവിനെ അംഗീകരിക്കുകയോ തള്ളിക്കളയുകയോ വേണം. അതിനിടയിൽ നിഷ്പക്ഷനായി നിലകൊള്ളുവാൻ ആർക്കും സാധ്യമല്ല എന്ന ഗൗരവമേറിയ സന്ദേശമാണ് ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നത്.